ഹലോ, ഞാനിപ്പോൾ എടുത്തേക്കാണ് പോകുന്നതെന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത്? നമ്മളെ ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലേക്കാണ്. നമ്മളെ ചെറുകുന്ന് പറഞ്ഞിട്ട് സ്വന്തം ചെറുകുന്നമ്പലം. നിങ്ങൾ വട്ടത്തിലുള്ള പന്തൽ കണ്ടിട്ടുണ്ടോ? ചതുരത്തിലെല്ലാം കണ്ടിട്ടുണ്ടാവല്ലേ? ഇതാണ് നമ്മളെ ചെറുകുന്ന് അമ്പലത്തിലെ പന്തൽ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വൃത്താകൃതിയിലാണ് ഇത്. ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ വിഷുവിളക്ക് ഉത്സവത്തിന് വേണ്ടിയിട്ടാണ് ഈ പന്തൽ ഒരുക്കുന്നത്. ഏപ്രിൽ 14 മുതൽ 21 വരെയാണ് ഇവിടെ വിഷുവിളക്ക് ഉത്സവം നടക്കുന്നത്. അങ്ങനെ അമ്പലത്തിലെല്ലാം കയറി പ്രാർത്ഥിച്ചേ. ഞാൻ ഒരാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നേ. ഞാൻ മാത്രമല്ല വെയിറ്റ് ചെയ്തിരിക്കുന്നത്, എൻ്റെ മുന്നിൽ എല്ലാവരും അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ്. നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ? ഫുഡ് അങ്ങനെ ഇല വന്നിട്ടുണ്ട്, ചോറും വന്നിട്ടുണ്ട്, പിന്നെ ഈ കറിയും വന്നിട്ടുണ്ട്. അമ്പലത്തിൽ നിന്ന് ഇങ്ങനെ ചോറും കറിയും കഴിക്കുമ്പോൾ മറ്റേടെയും കിട്ടാത്തൊരു ടേസ്റ്റ് ആ ചോറിനും കറിക്കും കിട്ടുമല്ലേ. അങ്ങനെ ചോറെല്ലാം കഴിച്ച് പിന്നെ ഞാൻ വട്ടപ്പന്തലത്തേക്ക് കൂടെ നടക്കാൻ തുടങ്ങി. ഇനിയിപ്പോൾ ഉത്സവം തുടങ്ങി ഇവിടെ ഒന്ന് സൂചി കുത്താൻ പോലും സ്ഥലമുണ്ടാവില്ല. ഇതാണ് നമ്മൾ അമ്പലത്തിൻ്റെ ചിറ. സംഭവം ഇപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. ഒരുപാട് പൂക്കളും ചെടികളൊക്കെ ആയിട്ട് നിറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെയെല്ലാം കാണാൻ നല്ല പാങ്ങുണ്ട്. ഇനി ഉത്സവമെല്ലാം കഴിയുമ്പോഴേക്കും ഇവിടുത്തെ അവസ്ഥ എന്നാണെന്ന് അറിയില്ലേ. അവിടെ കുറച്ച് നേരം കാറ്റെല്ലാം കൊണ്ട് അങ്ങനെ ഇരുന്നേ. പിന്നെ ഞാൻ നേരെ വീട്ടിലേക്കാണ് പോയത്. നിങ്ങൾ വിചാരിക്കും അല്ല ഗൈസ്, ഞാൻ പോയത് ദേ ഇടത്തേക്കാണ്. എനിക്ക് ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാലുണ്ടല്ല, ഒരു കൂൾ ബാർ കയറിയിട്ട് ഒരു പച്ചവെള്ളം കുടിച്ചില്ലെങ്കിൽ ഒരു മനസ്സമാധാനം കിട്ടില്ല. എന്നെപ്പോലെ ആയിരിക്കില്ലേ നിങ്ങളിൽ മിക്കവരും? കമൻറ്റ് ചെയ്യണേ. ഇതാണ് ഗൈസ് ഞാൻ ഓർഡർ ചെയ്ത ലോഡർ പ്രൈസ്. സംഭവം അടിപൊളിയാണ്. അതിൻ്റെ കൂടെ ഒരു മിൻറ്റ് ലൈമും കൂടി പറഞ്ഞിട്ടുണ്ട്. അത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ട്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. ടാറ്റാ.